ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാ. ഇനിയിപ്പോൾ പാകിസ്ഥാന് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന ഉക്രൈൻ മേഖലയിൽ പോയി കയ്യോടെ മേടിച്ച് ബോധ്യപ്പെടണം എന്ന് തോന്നുന്നു. പാകിസ്ഥാൻ പട്ടാളം അവിടെ ഉണ്ടോ? അങ്ങനെയുള്ളതായിട്ട് സെലൻസ്കി വെളിപ്പെടുത്തി. അത് പുതിയ ഒരുവാണ്. പാകിസ്ഥാൻ പട്ടാളം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് റഷ്യയുടെ കൂലിപ്പട്ടാളമായിട്ട് പാകിസ്ഥാൻ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനോ പാകിസ്ഥാനികളോ? പാകിസ്ഥാൻകാര്. പാകിസ്ഥാൻ പട്ടാളം അയച്ചിരിക്കുന്നതാണ്. അത് ഈ കൊറിയയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതൊക്കെ പോലെ. അതായത് 17th സെപ്പറേറ്റ് മോട്ടറൈസ്ഡ് ഇൻഫൻട്രി ബറ്റാലിയൻ മുന്നണിയിൽ ഉണ്ട് യുക്രൈൻ്റെ. അവരെ സന്ദർശിക്കുമ്പോഴാണ് സെലൻസ്കി ഈ കാര്യം വെളിപ്പെടുത്തിയത്. സെലൻസ്കി പറഞ്ഞത് വടക്ക് കിഴക്ക് ഖാർക്കീവില് പ്രധാനപ്പെട്ട യുദ്ധമേഖലയാണ്. അവിടെ നോക്കുമ്പോൾ പാകിസ്ഥാൻ കൂലിപ്പട്ടാളം ചൈനയുടെ പട്ടാളക്കാരുടെ കൂടെ, താജിക്കിസ്ഥാനിൽ നിന്നുള്ള പട്ടാളക്കാരുടെ കൂടെ, ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ളവരുടെ കൂടെ, ആഫ്രിക്കയിൽ നിന്നുള്ളവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പട്ടാളം റഷ്യൻ പട്ടാളമാണ്. ഇതിൻ്റെ കൂടെ കൂലിപ്പട്ടാളക്കാരായിട്ട് പാകിസ്ഥാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ചൈന, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ആഫ്രിക്ക ഇവിടെ നിന്നൊക്കെ കൂലിപ്പട്ടാളക്കാർ റഷ്യയുടെ കൂടെ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട്. അതെ, അത് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാരെയും കണ്ടു എന്ന് സെലൻസ്കി വെളിപ്പെടുത്തിയിരിക്കുന്നു. വലിയ ദാരിദ്ര്യമാണ് പാകിസ്ഥാൻ്റെ അകത്ത്. അപ്പോൾ പല ആളുകളും ഇങ്ങനെയൊക്കെ പല പരിപാടികൾക്കും പോകുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് സെലൻസ്കി പറഞ്ഞു, ഞങ്ങൾ പ്രതികരിക്കും ഇതിനെതിരെ, പാകിസ്ഥാൻ്റെ ഈ നയത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും എന്ന് സെലൻസ്കി പറഞ്ഞു. ഇത് നേരത്തെ അമേരിക്ക പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഉക്രൈൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് തുടക്കത്തിൽ പാകിസ്ഥാന്റെ സപ്പോർട്ട് ഉക്രൈനായിരുന്നു. അതെ, ഉക്രൈന് ആയുധങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് 2023 പാകിസ്ഥാൻ ഉക്രൈന് ആയുധങ്ങൾ കൊടുത്തതായിട്ട് റിപ്പോർട്ട് വന്നിരുന്നതാണ്. അമേരിക്കയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു മാധ്യമം ദ ഇന്റർസെപ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന് അടുത്ത കാലത്ത് IMFന്റെ കുടിശ്ശിക പെട്ടെന്ന്, അതായത് ഇന്ത്യയായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള പൈസ ഉടനെ കൊടുത്തു. അപ്പോൾ അങ്ങനെ കിട്ടിയത് തന്നെ ഉക്രൈന് ആയുധം കൊടുക്കുന്ന രഹസ്യ ഇടപാട് വഴിയാണ് എന്ന് ഈ ഇന്റർസെപ്റ്റ് മാധ്യമം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക അതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ കൊണ്ടുപോയി ഉക്രൈന് ആയുധം കൊടുക്കുക, അതായത് അമേരിക്ക നേരിട്ടല്ലാതെ പാകിസ്ഥാൻ കൊടുക്കുക. BBC ഉറുദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന് $364 മില്യൺ ഉക്രൈന് ആയുധം കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊടുത്തു. അമേരിക്കൻ ഈ കമ്പനികൾ, ആയുധ കമ്പനികൾ കൊടുത്തു. $364 മില്യൺ എന്ന് പറയുമ്പോൾ 3194 കോടി രൂപ ആണ്. അപ്പോൾ അമേരിക്കൻ ആയുധ കമ്പനികൾ പാകിസ്ഥാന് പൈസ കൊടുത്തിരുന്നു ഉക്രൈൻ ആയുധം കൊടുക്കാൻ വേണ്ടിയിട്ട്. 155 mm ആർട്ടിലറി ഷെല്ലുകൾ, റോക്കറ്റുകൾ ഒക്കെയാണ് പാകിസ്ഥാൻ ആ സമയത്ത് കൊടുത്തിരുന്നത്. ഈ സെലൻസ്കി പറഞ്ഞത് പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് നിഷേധിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ നിഷ്പക്ഷ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷെ കണ്ട കാര്യം സെലൻസ്കി പറഞ്ഞിട്ടുമുണ്ട് ഖാർക്കീവില്. അപ്പോൾ റഷ്യയുമായി പുതിയൊരു സഖ്യം രൂപപ്പെട്ടു വരികയാണ്. അതായത് പാകിസ്ഥാൻ ഒരു റഷ്യൻ സഖ്യം ഈ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കറാച്ചിയിൽ പാകിസ്ഥാൻ്റെ സ്റ്റീൽ മിൽസ്, PSM എന്ന് പറയുന്നത്, കറാച്ചിയിലെ പാകിസ്ഥാൻ സ്റ്റീൽ മിൽസ് ആധുനികീകരിക്കാനായിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് റഷ്യയുമായിട്ട് ജൂലൈ 10 ഇത് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ പണിത് കൊടുത്ത സ്റ്റീൽ മില്ലാണ്. പിന്നെ അത് പ്രതിസന്ധിയിലായിപ്പോയി, ലാഭകരമല്ലാതായിപ്പോയി. സോവിയറ്റ് യൂണിയൻ ചെയ്തതാണല്ലോ. അപ്പോൾ മോസ്കോയിലെ പാക് എംബസിയിൽ വെച്ചിട്ടാണ് ഈ കരാർ ഒപ്പിട്ടത്. ഇപ്പോൾ നേരത്തെ സോവിയറ്റ് യൂണിയൻ പണിത് കൊടുത്ത സ്റ്റീൽ മിൽ ആധുനികീകരിക്കാനായിട്ട് റഷ്യ പാകിസ്ഥാനുമായിട്ട്
ഒപ്പിട്ടിട്ടുണ്ട്. ജൂലൈ 10 കരാർ. അത് മോസ്കോയിലെ പാക് എംബസിയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ റഷ്യയുമായിട്ടൊരു സഖ്യം രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പട്ടാളക്കാരെ അങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നു പാകിസ്ഥാൻ. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ ആണ് പാകിസ്ഥാൻ നിലകൊണ്ടിരുന്നത്, അമേരിക്കയുടെ ഭാഗത്ത്, സോവിയറ്റ് യൂണിയനെതിരെ. അപ്പോൾ സ്റ്റീൽ മില്ല് ആ കാലത്താണ് സോവിയറ്റ് യൂണിയൻ പക്ഷേ പണിത് കൊടുത്തത്. 1971 118.7 ബില്യൺ പാകിസ്ഥാൻ രൂപ നഷ്ടമായിട്ടുണ്ട് മൊത്തം ഈ സ്റ്റീൽ കച്ചവടത്തിൽ. 2013 അത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ വീണ്ടും തുറന്ന് കരാറൊപ്പ് വച്ചിരിക്കുന്നത്. ശീതയുദ്ധകാലത്ത് സീറ്റോ സെൻറ്റോ തുടങ്ങിയ സഖ്യങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനെതിരായ സഖ്യങ്ങൾ. അപ്പോൾ ചൈനയ്ക്ക് എതിരെ ഈ നിലകൊള്ളുമോ എന്നുള്ള കാര്യവും ചർച്ചകളിലൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് ആയുധങ്ങൾ കുറേ വാങ്ങുന്നതെങ്കിലും റഷ്യയുമായിട്ടുള്ള സഖ്യം വരുമ്പോൾ ചൈനയ്ക്ക് എതിരെ നിലകൊള്ളുമോ എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടുകളിലൊക്കെ ചർച്ചയായി വരുന്നുണ്ട്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി. ഇന്ത്യയുടെ ട്രംപ് കടുപ്പിക്കാനുള്ളൊരു കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ള അലിഗേഷനാണ്. റഷ്യൻ വാർ മെഷീന് നമ്മൾ ഫ്യൂൽ ചെയ്യുന്നു, നമ്മൾ ഫണ്ട് ചെയ്യുന്നു എന്നാണ് ട്രംപിൻ്റെ അലിഗേഷൻ. അങ്ങനെ ഇരിക്കെ പാകിസ്ഥാൻ റഷ്യയോട് പോയി ഒരു സഖ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത് എത്രത്തോളം വിജയിക്കും? മാത്രമല്ല അസിം മുനീർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് പോവുകയാണ്. അവിടെ സെൻട്രൽ കമാൻഡിൻ്റെ ജനറലായ മൈക്കിൾ കരിയിലയുടെ റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അസിം മുനീർ പോകുന്നത്. അതിനൊന്നുമല്ല പോകുന്നത്, ട്രംപ് വിളിച്ചിട്ടാണ് പോകുന്നത്. വേറെ കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കെതിരെ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. പുറമെ പറയാൻ വേണ്ടി ഇയാൾ മൈക്കിൾ കരിയില റിട്ടയർ ചെയ്യുമ്പോൾ യാത്രയപ്പിന് വേണ്ടി ഞാൻ പാകിസ്ഥാൻ പട്ടാളത്തെ പ്രതിനിധീകരിച്ച് പോകുന്നു എന്നൊക്കെ നാടകമാണ്. അപ്പോൾ അങ്ങനെ ട്രംപിൻ്റെ വാലാട്ടിപ്പട്ടിയായി അതിലും താഴെ എന്തെങ്കിലും പൊസിഷനുണ്ടോ ആ തരത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മുനീർ പാകിസ്ഥാൻ. അപ്പോൾ റഷ്യയായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. റഷ്യയായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നു വെച്ചാൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം പാകിസ്ഥാന് ആര് വന്നാലും പാപിരിക്കും. അതായത് മുമ്പ് ഒരു കേരളത്തിലെ പത്രമുടമയെ പറ്റി ഞാൻ അടുത്ത കാലത്ത് വായിച്ചേ. അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടില്ല എന്നാലോചിക്കും. എന്നിട്ട് രാവിലെ വണ്ടി എടുത്തിട്ട് ആ സ്ഥലങ്ങളിലേക്ക് പോവും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതുമായിട്ടാണ് പത്ര ഓഫീസിലേക്ക് വന്നിട്ട് പത്രക്കടലാസ് വാങ്ങാനുള്ള കാശ്, ശമ്പളത്തിൻ്റെ ബാക്കി എന്നൊക്കെ. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഈ പാകിസ്ഥാൻ്റെ അവസ്ഥ. എവിടെ നിന്ന് കാശ് കിട്ടിയാലും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വസ്തുതയാണല്ലോ, സ്റ്റീൽ മില്ല് തുറക്കാനായിട്ട് 10-ാം തീയതി കരാർ ഒപ്പിട്ടു. അത് മോസ്കോയിലെ പാകിസ്ഥാൻ എംബസിയിൽ വെച്ചാണ് എന്നുള്ളത് വാസ്തവമാണ്. ജൂലൈ 10 ഇന്നിപ്പോ ഓഗസ്റ്റ് 7. അതെ. അപ്പൊ ഓരോ നിമിഷമല്ല, ഓരോ മണിക്കൂറിലും ജിയോ പൊളിറ്റിക്സിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ യുക്രൈൻ്റെ കൂടെ നിന്ന ആളുകൾ ഇപ്പോൾ നയം മാറ്റി റഷ്യയുടെ ഭാഗത്തേക്ക് നിൽക്കുന്നു. കാരണം ആ സമയത്ത് അവർക്ക് 3000 ചില്വാനം കോടി രൂപ കിട്ടിയല്ലോ. 3194 കോടി രൂപ യുക്രൈന് ആയുധം കൊടുക്കാനായിട്ട് അമേരിക്കൻ ആയുധ കമ്പനികളൊക്കെ കൊടുത്തിരുന്നു. പാകിസ്ഥാൻ ആയുധം വെക്കുന്നു. 1971 യുദ്ധകാലത്ത് ജോർദാൻ പാകിസ്ഥാന് കുറേ വിമാനം കൊടുക്കാനായിട്ട് നിക്സൺ പറഞ്ഞല്ലോ, ഞങ്ങളത് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ നന്നായിട്ട് വേണ്ട, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ 1971 ചെയ്തിട്ടുണ്ട് സഹായം പാകിസ്ഥാന് നമുക്കെതിരെ അമേരിക്ക. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്സിലെ മാറ്റം എന്ന് പറയുന്നത് സത്യമാണ്. കാരണം മോദിക്കെതിരെ ട്രംപ് ഇപ്പം നിലകൊണ്ടിരിക്കുകയാണല്ലോ, ഇന്ത്യക്കെതിരെ നിലകൊണ്ടിരിക്കുന്നു. ഇതാരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഒരു ഈ ഇൻഡോ പസഫിക്കിൽ ചിലപ്പോൾ ചൈനയും ഇന്ത്യയും കൂടി വേറെ സഖ്യം വരാം. ശത്രുക്കളായി നിന്നവരും തമ്മിൽ റഷ്യ അത് ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു അച്ചുതണ്ട് ഈ ഭാഗത്ത്, റഷ്യൻ അച്ചുതണ്ട് വന്നാൽ അത് ഭയങ്കര കരുത്തുള്ള അച്ചുതണ്ടാണ്. ചൈനയും റഷ്യയും പിന്നെ ഇന്ത്യയും. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സൈനിക സഹകരണം കൂടെയുള്ള കരാറാണെങ്കിൽ അമേരിക്കയുടെ പണി തീർന്നു. അതെ, വൻ ശക്തികളാണല്ലോ ഈ 3 രാജ്യങ്ങളും. അത്യാവശ്യം ശക്തികളാണ്.
ചൈനയുമായിട്ട് നമ്മൾ കൂടില്ല എന്ന് അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവും. ഇൻഡോ പസഫിക്കിലെ സുഹൃത്ത്. കാരണം നമ്മളും ഈ നാറ്റോയുടെ ഭാഗമാകണം എന്നൊക്കെ അമേരിക്ക ആഗ്രഹിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുമൊക്കെ ഉണ്ട്, നിങ്ങളും ഇതിൻ്റെ അകത്ത് ചേരുവോ എന്ന്. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നിരുന്നു. നമ്മളും എന്താണ്, എവിടെ നിന്നാണ് ഗുണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നയം മാറ്റം പാകിസ്ഥാൻ്റെ ഭാഗത്ത് വന്നതായിട്ട് സെലൻസ്കി വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സെലൻസ്കി കണ്ടതാണല്ലോ, സെലൻസ്കിക്ക് ശത്രുക്കളെ കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും അതിൻ്റെ ഈ കൂടുതൽ വിശദാംശങ്ങൾ പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.